ഇവിടെ ബഹുമാനപ്പെട്ട മൊയ്റ്റി മൗലവി വായിച്ചതുപോലെ അന്ന് സുന്നി പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ 10 പേരാണ് സ്റ്റേജിൽ അണിനിരന്നത്. അതിൽ എനിക്കും ഒരു ചാൻസ് കിട്ടി. ബഹുമാനപ്പെട്ട ഉസ്താദുമാരുടെ നിർദ്ദേശപ്രകാരം അങ്ങനെ സംഭവിച്ചു. അത് സംബന്ധിച്ച് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാൻ. പക്ഷേ അതിനുള്ള സമയം ഇവിടെ വിശാലമല്ല എന്നുള്ളത് നാം പറഞ്ഞാൽ ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് എന്ന് നമുക്ക് പൊതുവെ മനസ്സിലാക്കാം. മുജാഹിദിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ ഏറ്റവും ആദർശപരമായ അവർ വഷളായ ദിവസങ്ങളായിരുന്നു ആ 3 ദിവസങ്ങൾ. 4 ദിവസങ്ങൾ വാദപ്രതിവാദം നിശ്ചയിക്കപ്പെട്ടിരുന്നുവെങ്കിലും 3ാമത്തെ ദിവസം അത് അവസാനിക്കുകയാണ് ഉണ്ടായത്. ആ 3 ദിവസം മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത ദിവസങ്ങളായിരുന്നു. 1ാം ദിവസം തന്നെ അത് നിർത്തിവെക്കാനുള്ള മാനസികമായ ആഗ്രഹമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. എന്തുകൊണ്ടെന്നാൽ 921 മുതൽക്ക് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ മുശ്രിക്കാക്കുന്ന അവർ എന്ന് വെച്ചാൽ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ ശിർക്ക് ചെയ്യുന്നവരാണ്, ശിർക്ക് വിശ്വസിക്കുന്നവരാണ് എന്ന് പറഞ്ഞ് പ്രസംഗിച്ച് പാഞ്ഞു നടന്ന അവർ എന്താണ് ശിർക്ക് എന്ന ആദ്യത്തെ സുന്നികളുടെ ചോദ്യത്തിന് മുമ്പിൽ ഉത്തരം മുട്ടുകയാണ് ഉണ്ടായത്. ബദരീങ്ങളെ കാക്കണേ, മുഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്നിങ്ങനെ മഹാത്മാക്കളെ വിളിച്ചു സഹായം ചോദിക്കൽ അനുവദനീയമാണ് എന്നതാണ് സമസ്തയുടെ വാദം. എന്ന് വെച്ചാൽ ഞാൻ ആരെയും ചെറുതായി കാണുകയല്ല. ആ വാദപ്രതിവാദ രംഗത്ത് അന്നുണ്ടായിരുന്ന പണ്ഡിതന്മാരെല്ലാം ഉസ്താദുമാരുടെ നേതൃത്വം സ്വീകരിച്ചുകൊണ്ട്, ശംസുൽ ഉലമയുടെയും ബഹുമാനപ്പെട്ട കോട്ടുമല ഉസ്താദിന്റെയും എല്ലാം നേതൃത്വം സ്വീകരിച്ചുകൊണ്ട്, അവരുടെ നിർദ്ദേശങ്ങൾ അക്ഷരം പതി സ്വീകരിച്ചുകൊണ്ടാണ് ആ സ്റ്റേജിൽ കയറിയത്. എല്ലാവരും അവരുടേതായ ഉത്തരവാദിത്വം ശരിയായ നിലയ്ക്ക് നിർവഹിച്ചു. AP അബൂബക്കർ മുസ്ലിയാർ നന്നായി കൈകാര്യം ചെയ്തു. അതുപോലെ അണ്ടോൺ മൊഹീദ്ദീൻ മുസ്ലിയാർ നന്നായി കൈകാര്യം ചെയ്തു. ശരിയ AP അവറുകൾ നന്നായി കൈകാര്യം ചെയ്തു. മൂസ മുസ്ലിയാർ വളരെ നന്നായി കൈകാര്യം ചെയ്തു. ബഹുമാനപ്പെടാൻ സാധിക്കും. എന്ന് വെച്ചാൽ ഞാൻ ആരെയും ചെറുതായി കാണുകയല്ല. ആ വാദപ്രതിവാദ രംഗത്ത് അന്നുണ്ടായിരുന്ന പണ്ഡിതന്മാരെല്ലാം ഉസ്താദുമാരുടെ നേതൃത്വം സ്വീകരിച്ചുകൊണ്ട്, ശംസുൽ ഉലമയുടെയും ബഹുമാനപ്പെട്ട കോട്ടുമല ഉസ്താദിന്റെയും എല്ലാം നേതൃത്വം സ്വീകരിച്ചുകൊണ്ട്, അവരുടെ നിർദ്ദേശങ്ങൾ അക്ഷരം പതി സ്വീകരിച്ചുകൊണ്ടാണ് ആ സ്റ്റേജിൽ കയറിയത്. എല്ലാവരും അവരുടേതായ ഉത്തരവാദിത്വം ശരിയായ നിലയ്ക്ക് നിർവഹിച്ചു. AP അബൂബക്കർ മുസ്ലിയാർ നന്നായി കൈകാര്യം ചെയ്തു. അതുപോലെ അണ്ടോൺ മൊഹീദ്ദീൻ മുസ്ലിയാർ നന്നായി കൈകാര്യം ചെയ്തു. ശരിയ AP അവറുകൾ നന്നായി കൈകാര്യം ചെയ്തു. മൂസ മുസ്ലിയാർ വളരെ നന്നായി കൈകാര്യം ചെയ്തു. അവിടെ ആ വിഷയവുമായി ബന്ധപ്പെട്ട പണ്ഡിതന്മാരെല്ലാം ആ വിഷയം വളരെ നന്നായി കൈകാര്യം ചെയ്തത് പ്രത്യക്ഷത്തിൽ മുജാഹിദിനെ സംബന്ധിച്ചിടത്തോളം വമ്പിച്ച അടിയായി എന്ന് മാത്രമല്ല, ഇന്ന് വരെ ആ അടിയുടെ അബോധത്തിൽ നിന്ന് അവർക്ക് ഉണരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. എന്തൊക്കെ അവരോട് ചോദിക്കണം എന്നത് ഞങ്ങൾ നേരത്തെ ചർച്ച ചെയ്ത് തീരുമാനിച്ചതാണ്. കോഴിക്കോട് അൽ അൻസാർ സഹായികൾ, അൽ അൻസാർ സഹായികൾ എന്ന് അദ്ദേഹം പറയൂ. എന്നാൽ അൽ അൻസാർ എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതത്തിൽ അറിയപ്പെട്ട മുഹാജിറുകളുടെ കൂടെയുള്ള അൻസാറുകളാണ് എന്ന പ്രയോഗം അത് ഭാഷയിൽ കിട്ടില്ല. അതിന്റെ ആധികാരികമായ ഗ്രന്ഥങ്ങൾ പരിശോധിക്കണം. അപ്പൊ ശിർക്ക് എന്നതിന്റെ നിർവചനം ചോദിച്ചപ്പോൾ അവര് ആകപ്പാടെ കിതാബ് നോക്കുന്നത് മുഞ്ചിദാണ്. മുഞ്ചിദിൽ അവർക്ക് അതിന്റെ മറുപടി പറയാൻ കഴിഞ്ഞില്ല. കാരണം മറുപടി എന്തെങ്കിലും പറഞ്ഞാൽ പോരാ, ശിർക്ക് ഇന്നതാണ് എന്ന് നിർവചിച്ചു കഴിഞ്ഞാൽ മഹാത്മാക്കളോട് സഹായം ചോദിക്കൽ അതിൽ പെടുന്നു എന്ന് വരണം. ആ നിലക്കുള്ള നിർവചനം വരണം. പക്ഷേ നിർവചനത്തിന് അവർക്ക് കഴിഞ്ഞില്ല. നിർവചനമെന്ത്, ഏകവചനമെന്ത്, ബഹുവചനമെന്ത് എന്ന യാതൊരു തിരിച്ചറിയും, യാതൊരു വിവരം ഇല്ല എന്ന വിവരവും ഒന്നും അവർ
പോയ മഹാത്മാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കൽ ശിർക്കാണ് എന്ന് പറയുന്നു. അപ്പൊ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ച് സഹായം ചോദിക്കുക എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയില്ല. അതേ സമയത്ത് നിങ്ങൾക്ക് ശിർക്കാക്കണമെങ്കിൽ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന് തന്നെ വരണം. മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ച് സഹായം ചോദിക്കൽ ശിർക്കാണ് എന്ന് നിങ്ങളുടെ വാദത്തിലില്ല. നിങ്ങളുടെ വാദത്തിലുള്ളത് മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ വാദത്തിലുള്ളത്. അതാണ് നിങ്ങൾ ശിർക്ക് എന്ന് പറയുന്നത്. നേരെ പിന്നിലായിരുന്നു അദ്ദേഹമാണ് മുന്നിൽ സംസാരിക്കുന്നത്. അദ്ദേഹം പ്രഗത്ഭനാണ്. ഞാനൊന്നും കുറച്ച് കാണുന്നില്ല, ഒന്നും കുറച്ച് കാണേണ്ട ആവശ്യമില്ല. കാരണം അത് പറയുമ്പോ നമുക്ക് വല്ലതും കുറഞ്ഞു പോകുന്നുള്ള പേടിയില്ല. അങ്ങനെ നമുക്കുള്ളത് കുറയുന്ന പ്രശ്നവുമില്ല. അപ്പോ സംഗതികളെല്ലാം അർഹതകളെല്ലാം നാം അംഗീകരിച്ചു കൊടുക്കണം. അത് കുറച്ചാളുകൾക്ക് മാത്രം എന്ന് വിചാരിച്ച് ആളുകളെ വഞ്ചിക്കാൻ ശ്രമിക്കരുത്. സംഭവം നടന്ന് 30 വർഷമായി. നേരെ പിന്നിലായിരുന്നു. അദ്ദേഹമാണ് മുന്നിൽ സംസാരിക്കുന്നത്. അദ്ദേഹം പ്രഗത്ഭനാണ്. ഞാനൊന്നും കുറച്ച് കാണുന്നില്ല, ഒന്നും കുറച്ച് കാണേണ്ട ആവശ്യമില്ല. കാരണം അത് പറയുമ്പോ നമുക്ക് വല്ലതും കുറഞ്ഞു പോകുന്നുള്ള പേടിയില്ല. അങ്ങനെ നമുക്കുള്ളത് കുറയുന്ന പ്രശ്നവുമില്ല. അപ്പോ സംഗതികളെല്ലാം അർഹതകളെല്ലാം നാം അംഗീകരിച്ചു കൊടുക്കണം. അത് ും പറഞ്ഞ് പരത്തി ഇപ്പൊ കേസൊക്കെ കൊടുത്തുണ്ടെന്നാ പറഞ്ഞത്. സത്യവാങ്മൂലം മറ്റൊക്കെ അതിലൊക്കെ പറഞ്ഞ നുണക്ക് കണക്കില്ല. സമസ്തയും ഇവിടെയുള്ള ജമാഅത്ത് മുജാഹിദും ഒക്കെ ചെറിയൊരു സംഘടനയാണ് എന്നാണ് ഈ പറഞ്ഞത്. ഇവിടുത്തെ സമസ്ത കൂടിയാൽ തന്നെ പ്രത്യേക സന്ദർഭത്തിൽ മുജാഹിദും ജമാഅത്തുമായിട്ട് ഐക്യപ്പെടേണ്ട തിരക്കടില്ല എന്ന് ശംസുൽ ഉലമ കണ്ണിയത്തൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ചെറിയ സംഘടന എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും കൂടി കോഴിക്കോട്ടങ്ങാടി ഒരുമിച്ച് കൂടി ആ കാരന്തൂർ ഭാഗത്തുകൾ പാത്തിയാൽ ഒഴിച്ചുക മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ ഓലെപ്പറ്റി പറഞ്ഞ് വളരെ ചെറിയൊരു സംഘടനയാണ്. അതാണ് പൊള്ളയെന്ന് കിട്ടാൻ നുണയെ പറയുന്നു എന്ന് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ വളരെ മുമ്പ് തന്നെ പറയുകയുണ്ടായി. സത്യവാങ്മൂലം മറ്റൊക്കെ അതിലൊക്കെ പറഞ്ഞ നുണക്ക് കണക്കില്ല. സമസ്തയും ഇവിടെയുള്ള ജമാഅത്ത് മുജാഹിദും ഒക്കെ ചെറിയൊരു സംഘടനയാണ് എന്നാണ് ഈ പറഞ്ഞത്. ഇവിടുത്തെ സമസ്ത കൂടിയാൽ തന്നെ പ്രത്യേക സന്ദർഭത്തിൽ മുജാഹിദും ജമാഅത്തുമായിട്ട് ഐക്യപ്പെടേണ്ട തിരക്കടില്ല എന്ന്